ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറീസൊക്കെ ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക. ആ ക്ലാസ്സിൻ്റെ നേർ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്. FIUGP ബികോം BBA സിലബസ് ബേസ്ഡുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ് ആയിരുന്നു. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിങ് മെത്തേഡായിരുന്നു. അതിൽ ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞത് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ പറഞ്ഞത് അല്ലേ, ഹെഡ് ഓഫീസ് ഒറ്റ അക്കൗണ്ടേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഒറ്റ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിന് പറഞ്ഞ പേരാണത് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ് നോക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ്. ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോബ്ലംസ് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കാം. ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലത്തിനും വളരെ എളുപ്പത്തിൽ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമാറ്റിന് നല്ലവണ്ണം പ്രാധാന്യം നൽകുക. നോർമൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റാണ്. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു ഭാഗം ഡെബിറ്റാണ്. DR നമ്മൾ ചെയ്താൽ ഈ ഒരു ഭാഗം ക്രെഡിറ്റാണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എവിടെയാണ് ഡെബിറ്റ്, എവിടെയാണ് ക്രെഡിറ്റ്. ദെൻ ഡെബിറ്റിലെ ഓരോ ഐറ്റംസും നമ്മൾ എഴുതേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 വെച്ചിട്ടാണ് ഡെബിറ്റിലെ ഓരോ ഐറ്റംസ് എഴുതുക. ക്രെഡിറ്റിലെ ഓരോ ഐറ്റംസും എഴുതുക ബൈ വെച്ചിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ ഓരോ അക്കൗണ്ട്സിലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. ആസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും, ലാബിറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. ആസറ്റിൻ്റെ ഓരോ ഓപ്പണിംഗ് ബാലൻസും ഡെബിറ്റിൽ എഴുതുക. ഓരോ ആസറ്റിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതുക. ബാലൻസ് ബ്രോ ഡൗൺ ബാഡി എന്നിട്ടിട്ട് ഓരോ അസറ്റുകളും ഏതൊക്കെ അസറ്റുകളാണുള്ളത്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, പെറ്റി ക്യാഷ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. ഓരോ അസറ്റുകളും ഡെബിറ്റ്സിൽ എഴുതുക. അതിന് നേരെ ഓപ്പോസിറ്റാണെന്ത്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ലാബിലിറ്റിയുടെ ഓരോ ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റിൽ എഴുതുക. ഏതൊക്കെ ലാബിലിറ്റീസ് അവിടെ ഉള്ളത്, ക്രെഡിറ്റേഴ്സും ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഉണ്ട്. ഇനി മറ്റു ഏതെങ്കിലും ലാബിലിറ്റീസ് ഉണ്ടെങ്കിലും അതും ഇവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ആസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ലാബിറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും. ആസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ത്, ലാബിലിറ്റി. അപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഭാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയ കാര്യം അപ്പുറ സൈഡ് വരിക. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്ത ഡെബിറ്റിൽ വരുന്ന ഐറ്റമാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടാണ് അല്ലേ. ഗുഡ്സ് സെൻഡാണ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ഇവിടെയും വരുന്നുണ്ട്, ക്രെഡിറ്റിലും വരുന്നുണ്ട് ഒരു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സെൻഡ് തന്നെയാണ്, ഇവിടെ റിട്ടേൺ ആണ്. അപ്പോൾ ക്രെഡിറ്റിൽ എന്താണ്, റിട്ടേൺ ആണ്. നമ്മൾ ഏതും തന്നെയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്, പക്ഷെ അവിടെ എന്താണ് നടക്കുന്നത്, ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണ്. അവിടെ സെൻഡും ഇവിടെ റിട്ടേണും ആണ്. ഡെബിറ്റിൽ സെൻഡും ക്രെഡിറ്റിൽ റിട്ടേണും ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് രണ്ട് സൈഡിലും വരും. ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാങ്ക് അക്കൗണ്ട് റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസാണ്, അതായത് എക്സ്പെൻസുകളാണ്. അവിടെ 2 എക്സ്പെൻസാണ് മെയിനായിട്ട് വരുന്നത്. ക്യാഷ് സെൻഡ് ഫോർ എക്സ്പെൻസും പെറ്റി ക്യാഷും. അപ്പോൾ ഡെബിറ്റിലെ ബാങ്ക് അക്കൗണ്ടിൽ എക്സ്പെൻസ് വരുന്നത്. ദെൻ ക്രെഡിറ്റിലെ ബാങ്ക് അക്കൗണ്ട് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസാണ്. അവിടെ നമുക്ക് കിട്ടുന്നതാണ്, റിസീവ്ഡ് ആണ്. അവിടെ 2 ഐറ്റംസ് വരിക. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്ന് ക്യാഷ് സെയിൽസ്, മറ്റൊന്ന് ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഒരു കാര്യം കൂടി ഇവിടെ തന്നെ മനസ്സിലാക്കുക, ക്രെഡിറ്റ് സെയിൽസ് ഒരിക്കലും എവിടെ വരില്ല, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ക്രെഡിറ്റ് സെയിൽസ് വരില്ല. എന്ത് മാത്രമേ വരുള്ളൂ, ക്യാഷ് സെയിൽസ് മാത്രമേ വരുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞു,
ഗുഡ്സ് സെൻഡ് പറഞ്ഞു, ബാങ്ക് പറഞ്ഞു. ഇനി ക്ലോസിംഗ് ബാലൻസ് ആണത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അസറ്റ് നമ്മൾ ഡെബിറ്റിലാണ് കാണിച്ചാൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എവിടെ ആയിരിക്കും? ക്രെഡിറ്റിലായിരിക്കും. ആ കാര്യം മാത്രം മനസ്സിലാക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി ക്രെഡിറ്റിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി എവിടെയാണ്? ഡെബിറ്റിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ഡെബിറ്റിൽ കാണിച്ചു, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റി ക്രെഡിറ്റിൽ കാണിച്ചു. ഗുഡ്സ് സെൻഡ് ഡെബിറ്റ് ആണ്, ഗുഡ്സ് സെൻഡ് ക്രെഡിറ്റും ഉണ്ട്, അവിടെ എന്താണ്? റിട്ടേൺ ആണ്. ബാങ്ക് ഡെബിറ്റിൽ എക്സ്പെൻസും ക്രെഡിറ്റിൽ ഇൻകം ആണ്. ദെൻ ലാബിറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റും ആണ്, ആസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റും ആണ്. ഓക്കെ അല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട്സ് ടോട്ടൽ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് ഈ സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഷോർട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയിട്ട് അവിടെ പ്രോഫിറ്റ് എന്ന് കാണിക്കും. ഓക്കെ അല്ലോ. ഇനി സപ്പോസ് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്താൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് ലോസ് ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റാണ് കിട്ടുക, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസ് ആണ് കിട്ടുക. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് നമുക്ക് ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനെ ജേണൽ എൻട്രീസ് എങ്ങനെ എഴുതാൻ നോക്കാം. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജേണൽ എൻട്രി അക്കൗണ്ടിൽ നിന്ന് എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ. ബ്രാഞ്ച് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗം. ടു ഈ ഭാഗമാണ് അല്ലേ. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്ത് ചെയ്താൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് പറയാം അല്ലേ. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഡെബിറ്റിൽ വരുന്നൊക്കെ ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് വരിക. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഇവിടെ ഉണ്ട് അല്ലേ. ഇനി ടു ഇങ്ങോട്ടാണ് വരിക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ക്രെഡിറ്റിൽ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുമ്പോൾ അല്ലേ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച്. അങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരിക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജേണൽ എൻട്രീസ് എഴുതാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾ ജേണൽ എൻട്രീസും കൂടി എഴുതി നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഓരോ ജേണൽ എൻട്രീസും പഠിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ ദി ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൽ വരാത്ത, എടുക്കാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ്. അപ്പോൾ താഴെ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ എടുക്കാൻ പറ്റില്ല? ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കാൻ പാടുള്ളതല്ല. അതിൽ വരുന്ന ഒന്നാമത്തെ ട്രാൻസാക്ഷനാണ് പെറ്റി എക്സ്പെൻസസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ച് പെയ്ഡ് ചെയ്യുന്ന പെറ്റി എക്സ്പെൻസ്. പെറ്റി എക്സ്പെൻസ് പറഞ്ഞാൽ സ്മാൾ ഡെയിലി എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് സെപ്പറേറ്റ്ലി ബൈ ദി ബ്രാഞ്ച്. അതെന്ത് ചെയ്യും? ബ്രാഞ്ചിൽ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. എവിടെ കൺസിഡർ ചെയ്യില്ല? ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഒന്നാമത്തെ ഐറ്റംസ് എന്താണ്? പെറ്റി എക്സ്പെൻസസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്. രണ്ട്, എക്സ്പെൻസസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്. ഏതെങ്കിലും എക്സ്പെൻസ് ബ്രാഞ്ച് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യില്ല. ഏതെങ്കിലും എക്സ്പെൻസ് ബ്രാഞ്ച് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യില്ല. മൂന്നാമത്തെ, പർച്ചേസ് ഓഫ് അസറ്റ് ഓർ ഗുഡ്സ് ബൈ ബ്രാഞ്ച്. ഏതെങ്കിലും അസറ്റുകൾ ബ്രാഞ്ചുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ കാണിക്കില്ല? ബ്രാഞ്ച് അക്കൗണ്ടിങ് കാണിക്കില്ല. അത് അതാത് അസറ്റിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റാണ് അതിനുള്ളത്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ അത് കാണിക്കില്ല. ആ മൂന്ന് ട്രാൻസാക്ഷൻ പറഞ്ഞു. ഒന്ന് പെറ്റി എക്സ്പെൻസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്, രണ്ട് എക്സ്പെൻസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്, മൂന്ന് പർച്ചേസ് ഓഫ് അസറ്റ്. നാലാമത്തെ ട്രാൻസാക്ഷനാണ് ഡിപ്രിസിയേഷൻ ഓൺ ബ്രാഞ്ച് അസറ്റ്. ഏതെങ്കിലും ബ്രാഞ്ച് അസറ്റിൽ വരുന്ന ഡിപ്രിസിയേഷൻ, തേയ്മാനം, അതും എവിടെ എടുക്കൂല? ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യൂല. ദെൻ സെയിൽ ഓഫ് ബ്രാഞ്ച് അസറ്റ്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിറ്റതുണ്ടെങ്കിൽ അത് അസറ്റ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക, അവിടെ അല്ല, ബ്രാഞ്ച് അക്കൗണ്ടിലല്ല. അപ്പോൾ ഒരു ബ്രാഞ്ച് ഏതെങ്കിലും അസറ്റുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ അത് അവിടെ വരില്ല, ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ക്രെഡിറ്റ് സെയിൽസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല. ബാഡ് ഡെപ്റ്റ്
ബ്രാഞ്ച് അക്കൗണ്ടിൽ വരാൻ പാടില്ല. ഡിസ്കൗണ്ട് അലൗഡ് ബ്രാഞ്ച് അക്കൗണ്ടിൽ വരാൻ പറ്റില്ല. സെയിൽസ് റിട്ടേൺ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരാൻ പറ്റില്ല. അതുപോലെ തന്നെ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. ഇത്രയും ഐറ്റംസ് ഒന്നും അവിടെ വരില്ല. ദീസ് റിലേറ്റഡ് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബ്രാഞ്ചിൻ്റെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്തത്, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലല്ല. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. ഓക്കെ അല്ല, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ എടുക്കാൻ പറ്റാത്ത 7 ട്രാൻസാക്ഷൻസ് പറഞ്ഞു. ഓരോ ട്രാൻസാക്ഷനും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്തരം ട്രാൻസാക്ഷൻസ് ക്വസ്റ്റനിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ അത്തരം ട്രാൻസാക്ഷൻസ് എടുക്കരുത്. ജസ്റ്റ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ABC ട്രേഡേഴ്സ് ഓഫ് കേരള ഹാവ് എ ബ്രാഞ്ച് അറ്റ് കണ്ണൂർ. ABC ട്രേഡേഴ്സിന് കണ്ണൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ദ ഫോളോവിങ് ആർ ദി ട്രാൻസാക്ഷൻസ് ഫോർ ഇയർ എൻഡഡ് 31 മാർച്ച് 2025. അവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങളും വായിക്കുന്നില്ല, ആൻസർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും പറയും. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് പാസ് ജേർണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ജേർണൽ എൻട്രി എഴുതാം, പിന്നീട് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്, എന്നിട്ടാണ് ജേർണൽ എൻട്രീസ് എഴുതുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജേർണൽ എൻട്രി എഴുതാൻ വളരെ എളുപ്പമാണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ജേർണൽ എൻട്രി എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കുന്നു. ഹെഡിങ് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. DR ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ CR ക്രെഡിറ്റും. ദെൻ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അല്ലേ, ഞാൻ പറഞ്ഞിരുന്നു അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിൽ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഇവിടെ ഫസ്റ്റ് നൽകിയിട്ടുള്ളത് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് 1/4/2004. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഏതൊക്കെയുള്ളത്? സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് 50,000 ഉണ്ട്. ഡെപ്റ്റേഴ്സ് 40,000 ഉണ്ട്. ദെൻ പെറ്റി ക്യാഷ് 2,000 ഉണ്ട്. അപ്പോൾ ഇത്രയും അസറ്റുകളുണ്ട്. അത്രയും അസറ്റുകൾ നമ്മൾ ആൻസറിലേക്ക് എഴുതുന്നു അല്ലേ. ബ്രാഞ്ച് സ്റ്റോക്ക് 50,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 40,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 2,000. നെക്സ്റ്റ് ഇവിടെ വരുന്നത് ചോദ്യത്തിൽ നോക്കാം. എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. ഗുഡ്സ് സെൻഡ് എവിടെ പറഞ്ഞത്? ഡെബിറ്റിലാണ് വരിക. ഗുഡ്സ് സെൻഡ് ഡെബിറ്റിലാണ് വരിക. ഗുഡ്സ് സെൻഡ് എവിടെയും വരും, ക്രെഡിറ്റ് സെല്ലും വരും. പക്ഷെ അതെന്താണ്? റിട്ടേൺ ആണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,50,000 ഡെബിറ്റ് സെല്ലിൽ കാണിക്കാം. ഇനി ഡെബിറ്റ് സെല്ലിൽ വരിക ബാങ്ക് വേണ്ട എക്സ്പെൻസ് ആണ്. എന്തൊക്കെ എക്സ്പെൻസ് ആണത്? എന്തൊക്കെ എക്സ്പെൻസ് ആണ് നോക്കാം. സാലറി ഉണ്ട്. ദെൻ ഇവിടെ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ചാണ്, അതായത് എക്സ്പെൻസ് ആണ്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ക്യാഷ് റിസീവ്ഡ് വെച്ചാൽ ഇൻകം ആണ്. ക്യാഷ് സെൻഡ് ആണെങ്കിൽ എക്സ്പെൻസ് ആണ്. സാലറി ഉണ്ട് 5,000, റെൻ്റ് ഉണ്ട് 6,000, പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട് 5,000. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് സാലറി 5,000, റെൻറ്റ് 6,000, പെറ്റി ക്യാഷ് 6,000. അങ്ങനെ നമുക്ക് ടോട്ടൽ അവിടെ 16,000 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ചിന് കിട്ടുന്ന ക്യാഷ് സെയിൽസ് ഉണ്ട്. എത്രയാണ്? 1,50,000. ദെൻ ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്, അത് രണ്ടും ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് അല്ലേ. ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് ക്യാഷ് സെയിൽസ് 1,50,000, അതുപോലെ തന്നെ ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് എത്രയാണ്? 1,20,000. അത് നമ്മളിവിടെ കാണിക്കുന്നു. 1,50,000, 1,20,000, അങ്ങനെ 2,70,000 കിട്ടും. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ്. ആസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 31/3/2025. അതിൽ സ്റ്റോക്ക് ഉണ്ട് 25,000, ഡെപ്റ്റേഴ്സ് ഉണ്ട് 20,000, പെറ്റി ക്യാഷ് ഉണ്ട് 1,000. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. C/D അല്ലേ, ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് 25,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 20,000, ബ്രാഞ്ച്
പെറ്റി ക്യാഷ് 1000. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഏത് സൈഡാണ് കൂടുതൽ നോക്കണം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇവിടെ നമുക്ക് ബാലൻസ് കിട്ടുക, അപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കാര്യം കുറവുണ്ടായിരിക്കുക, അപ്പോൾ ലോസ് ആയിരിക്കും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അല്ലേ ക്രെഡിറ്റ് സൈഡിൽ 2,70,000 ഒക്കെ ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് ടാലി ചെയ്യുക. 2,70,000 ഇവിടെ 46,000 കിട്ടും. 5,000 20,000 1000 കൂട്ടിക്കഴിഞ്ഞാൽ 46,000 കിട്ടും. 2,70,000 പ്ലസ് 46,000 കൂട്ടിക്കഴിഞ്ഞാൽ 3,16,000 കിട്ടും. ഈ 3,16,000 രണ്ട് സൈഡിൽ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 3,16,000 ഇത്രയും ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. ഇത്രയും ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യുന്നു. അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 58,000 കിട്ടും. പ്രോഫിറ്റാണ്, 58,000 പ്രോഫിറ്റിൽ നിന്ന് കിട്ടും. ഇനി നമ്മളിവിടെ ജേണൽ എൻട്രീസ് ചെയ്താൽ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി ജേണൽ എൻട്രീസ് ആണ് ഇതാ. ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ എൻട്രീസ് ചെയ്താൽ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ജേണൽ എൻട്രി എന്തായിരിക്കാം, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് പെറ്റി ക്യാഷ്. അടുത്ത ജേണൽ എൻട്രി കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അടുത്തതോ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ദെൻ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ്. ഈ സൈഡിലെ കഴിഞ്ഞു. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് പെറ്റി ക്യാഷ്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇവിടെ ബാങ്ക് അക്കൗണ്ടാണ് മെയിനായിട്ട് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച്. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച്. ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച്. ജേണൽ എൻട്രീസ് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഞാൻ നോക്കിയാൽ ജേണൽ എൻട്രീസ് ഫസ്റ്റ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ബ്രാഞ്ച് പെറ്റി ക്യാഷ്. ടോട്ടൽ 92,000 കിട്ടും. 50,000 സ്റ്റോക്കാണ്, 40,000 ഡെപ്റ്റേഴ്സാണ്, 2,000 പെറ്റി ക്യാഷാണ്. നരേഷൻ എഴുതുക, ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡഡ്. നരേഷൻ എഴുതാൻ മറക്കരുത്. ജേണൽ എൻട്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ നരേഷൻ എഴുതണം. ഓപ്പണിംഗ് ബാലൻസസ് റെക്കോർഡഡ്. നെക്സ്റ്റ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് 1,50,000 ആണ്. നെക്സ്റ്റ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 16,000 ആണ്. ടോട്ടലാണ് 16,000 ആണ്. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് 2,70,000 ആണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് പെറ്റി ക്യാഷ് ടു കണ്ണൂർ ബ്രാഞ്ച് 46,000 ടോട്ടൽ വരും. ലാസ്റ്റ് പ്രോഫിറ്റിൻ്റെ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 58,000. കൃത്യമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങൾ പറയാം. വിജയലക്ഷ്മി ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള വിജയലക്ഷ്മി ട്രേഡിംഗ് കമ്പനിക്ക് മാംഗ്ലൂരിൽ മംഗലാപുരത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവർ അവരുടെ ഓരോ ക്യാഷ് റെസിപ്റ്റുകളും ഡെയിലി സെറ്റിൽ ചെയ്യും, അതുപോലെ തന്നെ പേയ്മെൻറ്റും ചെയ്യും, ഡെയിലി റെമിറ്റഡ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അവരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. 2011 ഡിസംബർ 31 ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി പറയുന്നത് പ്രിപ്പയർ മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദി ബാംഗ്ലൂർ ഹെഡ് ഓഫീസ്. മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് നോക്കുക. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹെഡിങ് ചെയ്ത മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്, അതിനുശേഷം DR CR ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കുക. ദെൻ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അക്കൗണ്ട്സിങ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റുകളാണ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റുകൾ വരുന്നത് സ്റ്റോക്ക് അറ്റ് ജനുവരി 1 ജനുവരിയിൽ 7,000 വരുന്നുണ്ട്. ഡെപ്റ്റേഴ്സ് ഓൺ 1 ജനുവരി 2,000 വരുന്നുണ്ട്. പെറ്റി ക്യാഷ് ഓൺ 1 ജനുവരി 200 വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റാണ്. അത് എവിടെ റെക്കോർഡ് ചെയ്യുക? ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. ബ്രാഞ്ച് സ്റ്റോക്ക് 7,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 2,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 200. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ ആണ്. അല്ലെ, നമ്മൾ ഈ ഒരു വർഷം ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്താണ് 30,000 ആണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരിക ഡെബിറ്റ് സൈഡിലാണ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 30,000 എന്ന് കാണിക്കും. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, അതുപോലെ തന്നെ ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്. ക്യാഷ് സെയിൽസ് ഉള്ളത് 40,000 ആണ്. ക്രെഡിറ്റ് സെയിൽസ് 20,000 ആണ്. ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്. അവിടെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്രെഡിറ്റ് സെയിൽസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞതാണ് ക്രെഡിറ്റ് സെയിൽസ് ഒരിക്കലും ബ്രാഞ്ച് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 20,000 ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കാൻ പാടുള്ളതല്ല. പിന്നെ ഏതൊക്കെ ഉള്ളത്? ക്യാഷ് സെയിൽസ് 40,000 ഉണ്ട്. ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് 16,000 ഉണ്ട്. അപ്പോൾ ബാങ്കിലേക്ക് എത്ര കിട്ടുന്നുണ്ട്? 40,000 ക്യാഷ് സെയിൽസും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 16,000 ബാങ്കിലേക്ക് കിട്ടുന്നുണ്ട്. ടോട്ടൽ 56,000 ബാങ്കിലോട്ട് കിട്ടുന്നുണ്ട് അല്ലേ. റിസീവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ക്യാഷ് സെയിൽസ് 40,000, ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് 16,000, ടോട്ടൽ 56,000. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്യാഷ് റിസീവഡിൽ ക്യാഷ് സെയിൽസ് 40,000 ഉണ്ട്, ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് 16,000 ഉണ്ട്, ടോട്ടൽ 56,000. ഏത് എടുക്കൂല? ക്രെഡിറ്റ് സെയിൽസ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ എടുക്കൂല. നെക്സ്റ്റ് വരുന്ന ഐറ്റം ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ചാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് അല്ലേ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. 30,000 ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. അപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് കാണിക്കുക ക്രെഡിറ്റ് സൈഡിലാണ്. പക്ഷെ നമ്മൾ എഴുതുക എന്ത് തന്നെയാണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് എഴുതുക, ബ്രാക്കറ്റിൽ നിന്ന് കൊടുക്കും, റിട്ടേൺ എന്ന് കൊടുക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിൽ റിട്ടേൺ എത്രയാണ്? 1000 രൂപയാണ്. അത് കാണിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ചും നമ്മൾ എഴുതാൻ തന്നെയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചാണ്. അപ്പോൾ ഇവിടെ സെൻഡ് തന്നെയാണ്, ഇവിടെ റിട്ടേൺ എന്ന് ബ്രാക്കറ്റ് കൊടുക്കും. ആ കാര്യം മറക്കരുത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നിന്ന് എഴുതുക, പക്ഷേ ബ്രാക്കറ്റിൽ കൊടുക്കും, റിട്ടേൺ കൊടുക്കും. 1000 രൂപ ട്രീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ് അല്ലേ, കസ്റ്റമേഴ്സ് എന്നുള്ള ഡയറക്റ്റ് റിട്ടേൺ ആണ്. ഈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള റിലേഷനാണ്. അതായത് ബ്രാഞ്ചിലും ഹെഡ് ഓഫീസിലും വരുന്ന ട്രാൻസാക്ഷൻ മാത്രമേ അതിൽ വരാൻ പറ്റുള്ളൂ. കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഒന്നും അവിടെ വരില്ല. ഡയറക്റ്റ് ട്രാൻസാക്ഷൻ അവിടെ വരില്ല, ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ ഈ 1500 ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റില്ല. അത് കസ്റ്റമറുമായിട്ടുള്ള ഡയറക്റ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ് എവിടെ എടുക്കൂല? ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കൂല. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ 2 ഐറ്റംസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കൂല എന്ന് പറഞ്ഞു. ഒന്ന് ക്രെഡിറ്റ് സെയിൽസ്, അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സും എവിടെ എടുക്കാൻ പറ്റില്ല? ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റില്ല. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ എടുക്കാത്ത ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. ആ ഓരോ ട്രാൻസാക്ഷനും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്നത് ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. എക്സ്പെൻസുകളാണ് അതിൽ വരുന്നത്. സാലറി 3,000 ഉണ്ട്, റെൻറ്റ് 1,000 ഉണ്ട്, പെറ്റി ക്യാഷ് 500 ഉണ്ട്. ഇത് നമ്മൾ കാണിക്കുക എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. എക്സ്പെൻസുകൾ കാണിക്കുക, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സാലറി 3,000, റെൻറ്റ്
1000 പെറ്റി ക്യാഷ് 500 ടോട്ടൽ 4500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് ബാലൻസുകളാണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എവിടെ കാണിക്കുക? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. നേരെ ഓപ്പോസിറ്റാണ്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 31 ഡിസംബർ എത്ര ഉള്ളത്? സ്റ്റോക്ക് വരുന്നത് 4000 ആണ്. ദെൻ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 4500 ആണ്. പെറ്റി ക്യാഷ് 300 ആണ്. ഈ 3 കാര്യങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് 4000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 4500, പെറ്റി ക്യാഷ് 300. അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടുക അല്ലേ 65,800 കിട്ടും. ഈ 65,800 നിന്ന് ഇത്രയും എമൗണ്ട് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം ഏത് സൈഡാണ് കൂടുതൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ. അത് 65,800 കിട്ടും. ആ 65,800 നിന്ന് നമ്മൾ ഡെബിറ്റിൽ വരുന്ന എല്ലാ ഐറ്റംസും കുറച്ച് കഴിഞ്ഞാൽ 22,100 എന്ത് കിട്ടും? പ്രോഫിറ്റാണ് ലഭിക്കുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോഴാണ് പ്രോഫിറ്റ് വരിക. 22,100 ആണ് ഇവിടെ പ്രോഫിറ്റ്. എന്ത് എഴുതുന്നു? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ്, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ എടുക്കാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള പ്രോബ്ലം ചെയ്തു. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. വളരെ എളുപ്പമുള്ള ഒരു ഏരിയയാണ് ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, താങ്ക് യു.